ലീസ ഓരോ ദിവസവും സമയം വേസ്റ്റാക്കി കഴിയുന്നത്ര ലേറ്റായാണ് സ്കൂളിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല, അവൾ ഒരു ദിവസം പോലും ഫുൾ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്നാലും അവൾ തന്നെയാണ് എപ്പോഴും ക്ലാസ് ടോപ്പർ. പക്ഷെ അവൾ അത്രയ്ക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമല്ല. അവളുടെ ഗ്രേഡ്സിന് പിന്നിൽ ഒരു സീക്രട്ട് ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ സ്കൂൾ കഴിഞ്ഞ് ഒത്തിരി സമയമായിട്ടും വീട്ടിലെത്തിയില്ല. അതേസമയം അവളുടെ അമ്മ പോലീസിന് കോൾ ചെയ്യാതെ പേടിയോടെ വെയിറ്റ് ചെയ്യുന്നു. കാരണം ലീസയുടെ അച്ഛൻ ഇലക്ഷന് നിൽക്കുന്നത് കൊണ്ട് ഈ സമയത്ത് കംപ്ലൈന്റ് ചെയ്താൽ ലീസയുടെ പാസ്റ്റ് ചികഞ്ഞെടുക്കും. അതുകൊണ്ട് അത് അയാളുടെ കരിയറിനെ ബാധിക്കുമെന്നത് കൊണ്ട് അവർക്ക് വെയിറ്റ് ചെയ്യുന്നതല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ അടുത്ത ദിവസം തന്നെ ഒരു ഷോക്കിംഗ് ആയ ന്യൂസ് പുറത്തു വരുന്നു. നോക്കുമ്പോൾ ആരോ ലീസയെ കൊന്ന് സിറ്റിയുടെ പുറത്തുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് ലീസയുടെ അമ്മ തകർന്നിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ മാത്രം വളരെയധികം കാമായിരിക്കുന്നു. കാരണം അയാളുടെ മകളുടെ മരണം ജനങ്ങളുടെ മനസ്സിൽ സിമ്പതി നിറയ്ക്കുന്നു. അതുമാത്രമല്ല, ലീസയുടെ ഫ്യൂണറലിന് ആ രാജ്യത്തെ എല്ലാ വലിയ ആൾക്കാരും വരുന്നു. അപ്പോൾ ലീസയുടെ അച്ഛൻ ക്യാമറയുടെ മുന്നിൽ വെച്ച് കരഞ്ഞ് അയാൾക്ക് കിട്ടുന്ന സിമ്പതി കൂട്ടുന്നു. പക്ഷെ ഈ പെർഫോമൻസ് കണ്ട് ലീസയുടെ അമ്മയ്ക്ക് അയാളാണോ സിമ്പതിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തതെന്ന സംശയം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കുമിടയിൽ ഭയങ്കരമായ വഴക്കുണ്ടായപ്പോൾ ഞാൻ തന്നെ എന്റെ മകളെ എങ്ങനെ കൊല്ലുമെന്ന് ചോദിച്ച് അയാൾ കരയുന്നു. അത് കണ്ടതും ലീസയുടെ അമ്മയ്ക്ക് അയാളുടെ മേലുണ്ടായ സംശയം കുറയുന്നു. എന്നാലും അവർ നിർത്താതെ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ലീസയുടെ മെയിലിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഏകദേശം 2 വർഷമായി എക്സാമിന് മുൻപ് അവൾക്കാരോ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് അവൾ കറങ്ങി നടന്നാലും ക്ലാസ് ടോപ്പർ ആയിരിക്കുന്നത്. അത് ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ അവളുടെ ടീച്ചറാണെന്ന് മനസ്സിലാവുന്നു. സ്ട്രേഞ്ച് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ലീസയുടെ ഒപ്പം മറ്റൊരു കുട്ടിയുടെ മാർക്കും കൂടിയിട്ടുണ്ട്. പക്ഷെ ടീച്ചറിനോട് ചോദിക്കുമ്പോൾ എനിക്ക് ലീസയെ വളരെയധികം ഇഷ്ടമാണെന്ന് സിമ്പിളായി മറുപടി പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ലീസയുടെ അമ്മ ഇക്കാര്യത്തെ പറ്റി പോലീസിൽ അറിയിക്കാൻ പോകുന്നതായി പറയുന്നു. അപ്പോഴാണ് ആ ടീച്ചർ ലീസ മരിച്ച ദിവസം പ്രായമായ ഒരു ലേഡി മറ്റൊരു സ്കൂൾ കുട്ടിയെ ബ്ലഡോടെ കണ്ടതായി പറയുന്നത്. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ പോലീസ് ആ പെൺകുട്ടിയെ കണ്ടെത്തി അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ അത് ലീസയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അത് മാത്രമല്ല, അവളുടെ ഷൂവിൽ ലീസയുടെ രക്തക്കറയുമുണ്ട്. ഉടനെ ലീസയുടെ അമ്മയും അവിടേക്ക് വന്നതും അവൾ റോഡിൽ സ്ലിപ്പായി വീണപ്പോൾ ലീസയുടെ ബ്ലഡ് പറ്റിയതാണെന്ന് പറയുന്നു. അതേസമയം ലൈ ഡിറ്റക്ടറിൽ അവൾ കള്ളം പറയുന്നതായി കാണിക്കുന്നില്ല. പക്ഷെ ലീസയുടെ അമ്മയ്ക്ക് അവൾ തീർച്ചയായും എന്തോ മറക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് അപ്പോൾ മുതൽ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയവർ അവളുടെ സീക്രട്ട് പ്ലേസ് കണ്ടുപിടിക്കുന്നു. അതുമാത്രമല്ല, ആ സ്ഥലത്ത് നിന്ന് അവർക്ക് ഒത്തിരി കാശ് കിട്ടുന്നു. അതുകൊണ്ട് ലീസയുടെ അമ്മയ്ക്ക് സംശയം കൂടുതലാവുന്നു. അപ്പോൾ പെട്ടെന്ന് ആ പെൺകുട്ടിയും അവിടേക്ക് വരുന്നു. അപ്പോഴാണ് അവൾ ഒരു സത്യം പറയുന്നത്. ആക്ച്വലി ലീസയുടെ ടീച്ചറിന് ഒരാളുമായി അഫെയർ ഉണ്ട്. അത് വീഡിയോ എടുത്തു വെച്ച് വിരട്ടിയാണ് ഇവർ രണ്ടുപേരും ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിരുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഇവർ കാശ് ആവശ്യപ്പെട്ടതും ടീച്ചർ അവരുടെ കാമുകനോട് ഇക്കാര്യം പറയുന്നു. അയാളാണ് കാശ് കൊടുക്കാനെന്ന പോലെ വിളിച്ച് ലീസയെ കാറടിപ്പിച്ച് കൊന്നത്. അവസാനം ആ ടീച്ചറുമായി അഫെയർ ഉള്ള വ്യക്തി ആരാണെന്ന് അവർ അറിയുന്നു. നോക്കുമ്പോൾ അത് ലീസയുടെ അച്ഛൻ തന്നെയാണ്. ആക്ച്വലി ആ ടീച്ചർ അവരെ വിരട്ടാൻ വേണ്ടിയായിരുന്നില്ല ഇത് ചെയ്തത്. അവരുടെ വയറ്റിൽ ലീസയുടെ അച്ഛന്റെ കുഞ്ഞുള്ളത് കൊണ്ട് ലീസ അവർക്കൊരു തടസ്സമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിരട്ടുന്നത് ലീസയാണെന്ന് പറയാതെ അവളുടെ അച്ഛനെ കൊണ്ട് തന്നെ അവളെ കൊല്ലുന്നു.